എന്നാ പരിപാടി? എന്താ ഇട്ടേക്കണേന്ന്? കൊള്ളാം കൊള്ളാം കൊള്ളാം. അതേ, കുറേ നാളായില്ലേ ക്ലാസ്സിൽ എല്ലാ പിള്ളേരും വരെ ഇപ്പം ഉമ്മെടുത്തോണ്ടിരിക്കണ ഒരുമ താടി. ഞാൻ തന്നാ മതിയോ? അമ്പോ, കള്ളൻ്റെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. സ്റ്റേറ്റ് വരെ പോയിട്ട് നമ്മുടെ ഫ്ലെക്സ് ആരും വെച്ചില്ല. സ്റ്റേറ്റിൽ പോയിട്ട് ഇടി കൊണ്ടിട്ടൊന്ന് എൻ്റെ ഫ്ലെക്സും കൂടി വെക്കാം. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്തേ പിടിക്കാത്ത? ഇനി ഞാൻ നിൻ്റെ കൂടെ കരാട്ടെ പഠിക്കാൻ പോയിക്കൊല്ലായിരുന്നല്ലോ. പേടി. ഇന്നിപ്പോൾ നിനക്ക് തന്നെ പറ്റിയേ? ഡിസ്ട്രിക്റ്റിലൊന്നും വലിയ സീൻ ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കറിയില്ലടാ, ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കണ്ടുവന്നവരുടെ ബഹളവും ആ സമയത്തുണ്ടായ പ്രഷറും ആദ്യം കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് വരെ എത്തിയത്. അതാണ് ഇങ്ങനെ. ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഇങ്ങനെ അവസരം എനിക്ക് കിട്ടില്ല. സഞ്ജു, എടാ നീ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കണോ? മൊത്തത്തിൽ എൻ്റെ പണി കളിയിരിക്കടാ. എടാ നീ അത് വിട്, പോയത് പോയി, ഇനി അടുത്ത തവണ നോക്കാം. കഴിക്കാനൊന്നും വാങ്ങിയില്ലേ? കഴിക്കാതെ തന്നെ അവൻ്റെ വയറ് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പപ്പ എന്തേ? പപ്പ കള്ളനെ പിടിക്കാൻ പോയേക്കാ. എന്താ നിങ്ങൾ പോണല്ലേ? വയ്യടാ.
എന്തായി, അന്വേഷിച്ചായിരുന്നോ? എടാ നീ പറയുന്ന പോലെ ഇത്ര സിമ്പിളല്ല. ഈ പറയുന്നവരൊക്കെ പൂത്ത കാശുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ പുള്ളി പോലീസുകാരനടാ. അതുകൊണ്ട് എന്താ? എടാ ഈ പോലീസുകാരുടെ വീട്ടിൽ കയറുന്ന റിസ്ക്കാടാ. കക്കണതും കൊല്ലണതും ഒക്കെ എവിടെയെങ്കിലും റിസ്ക്കാ. ഞാൻ എന്തായാലും ഒന്ന് അവിടെ കയറും. ഈ നാട്ടുകാരോട് കണക്ക് ചോദിക്കാതെ ഞാൻ ഈ പണി നിർത്തില്ല. നീയും. ഒന്നുമില്ലാത്തപ്പോൾ തുടങ്ങിയത് നമ്മൾ ഈ പരിപാടി. ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിൻ്റെ ഈ ആർത്തി? പണത്തോടുള്ള ആർത്തി. ആർത്തിയല്ല, ഒരുതരം ലഹരി, ഒരുതരം കിക്ക്. പണത്തോടല്ല, ആളുകളെ പേടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, അവരെ ടോർച്ചർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലഹരി. മതി, നീ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. എന്നെ ഓർത്ത് നീ പേടിക്കണ്ട. എന്നെ നേരിടാൻ കഴിവുള്ള ആരും ഇവിടെയില്ല. കാരണം അവർക്കെന്നെ പേടിയാ. അവരുടെ പേടിയാണ് എൻ്റെ ധൈര്യം. ഈ ചെല്ല്, നാട്ടുകാരിറങ്ങിയിട്ടുണ്ടോ? ഇത് പണിയാവൂല. എടാ പീറ്ററെ, നിങ്ങളിത് പോലീസുകാരാ? ഒരാഴ്ചയായിട്ട് കള്ളനെ പിടിച്ചില്ലെങ്കിൽ അത് പോലീസുകാരുടെ പിടിപ്പെടാണെന്ന് നാട്ടുകാർ പറയും. അസോസിയേഷൻകാർ കള്ളനെ പിടിക്കട്ടെ. ഇങ്ങനെ കൂട്ടായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒറ്റക്കടി നല്ല കള്ള മുമ്പിൽ വരുള്ളൂ. നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ആരും ഒറ്റയ്ക്ക് നടക്കരുതെന്ന്. ഹലോ, എടാ സഞ്ജു, എന്താണ് ഇപ്പോൾ? എടാ നീ വീട്ടിലില്ലേ? നിനക്ക് അവനും കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ സേഫ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഓക്കേടാ, അതറിയാൻ വേണ്ടി വിളിച്ചതാ. ആ, ഹലോ, എന്തായി? തോറ്റല്ലേ? അവൻ പറഞ്ഞോ? ഇല്ലാലോ. എന്തേ? പിന്നെ എങ്ങനെ മനസ്സിലായി? ജയിച്ചായിരുന്നെങ്കി അപ്പൊ തന്നെ വിളിക്കുമായിരുന്നല്ലോ. വിളിക്കാത്തപ്പോ മനസ്സിലായി തോറ്റൂന്ന്. അതോർത്ത് വിഷമിച്ചിരിക്കുകയാണോ നീ? ഇല്ല, തോറ്റിട്ട് നല്ല സന്തോഷമാണല്ലോ. നീ അത് വിട്, അടുത്ത തവണ പിടിക്കാം. ഏയ്, ഇനിയില്ലടി. ഇനി ഒരു പരിപാടിക്കും ഞാനില്ല. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയോ അവൻ ഒറ്റ ദിവസം കൊണ്ട് തീർത്തത്. ഒരു ഫൈറ്റ് പോലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴും വെറുതെ തായിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് വീട്ടുകാരെയും വെറുപ്പിച്ച് കരിയറും തുറച്ച് ആലോചിക്കുമ്പോൾ തന്നെ വേണ്ടാന്ന് തോന്നുക. ഒറ്റ മത്സരം കൊണ്ട് നിന്റെ കംപ്ലീറ്റ് റിലേയും പോയോ? ഇത്രയും നാളും ഉണ്ടായിരുന്ന നിന്റെ ഹോപ്പൊക്കെ എവിടെ പോയി? ഹോപ്പോ? പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞതൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ. കഴിഞ്ഞതൊന്നും തിരുത്താൻ പറ്റില്ലായിരിക്കും, പക്ഷെ വീണ്ടും ഒന്നീന്ന് തുടങ്ങാലോ. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാണ്ട് അവന്മാരുടെ കൂടെ കള്ളനെ പിടിക്കാൻ പോയിക്കൂടെ?
നാടിനെയും നാട്ടുകാരെയും മൊത്തം വിറപ്പിച്ച കള്ളനെ ആദ്യമായി കണ്ട എബിനാണ് നമ്മോടൊപ്പം. എബിൻ, തങ്ങളുടെ അനുഭവം ഒന്ന് വിവരിക്കാമോ? വിവരിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനാണല്ലോ സംഭവം ആദ്യം കണ്ടത്. അപ്പം അമ്മയൊക്കെ ഉറങ്ങുമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഏതാണ്ട് ഈ ഒരു ഡിസ്റ്റൻസിലായിരുന്നു സംഭവം നടന്നത്. ഇവനൊന്നും അറിയാൻ മേലെ ചേച്ചി. എന്തെങ്കിലും അറിയണമെങ്കിൽ ആ സാറിനോട് ചോദിക്കണം. ശരി സാറേ. സമയം ഇപ്പോൾ 3 മണിയായി. നമുക്ക് ഇവിടുത്തെ സ്ഥലം CA കിട്ടിയിട്ടുണ്ട്. സർ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള തിരച്ചിലാണ് നടത്തുന്നത്? ഓക്കെ, തിരച്ചിൽ എന്ന് പറഞ്ഞാൽ പോലീസ് 2 ടീമായിട്ട് തിരിഞ്ഞുകൊണ്ടാണ്, മഫ്തിയിലും പെട്രോളിങ്ങുമായിട്ട്. അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി കള്ളൻ്റെ പിന്നാലെയാണ് പോലീസ്. വൈകാതെ നമുക്ക് കള്ളനെ പിടികൂടാൻ പറ്റുമോ? തീർച്ചയായും പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ഏതെങ്കിലും വിധത്തിൽ ഒരു വീട്ടുകാരുടെ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു അപകടം ക്ഷണിച്ചു വരുന്നു. അതുകൊണ്ട് കള്ളൻ്റെ ഓരോ നീക്കവും സസൂക്ഷ്മം പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും കള്ളനെ പോലീസ് പൂട്ടിയിരിക്കും. പപ്പ കള്ളൻ നമ്മുടെ വീട്ടിൽ കയറി. കള്ളനെ പിന്നെ കൊല്ലും. ഇല്ലടാ, പേടിക്കണ്ട, അപ്പ വരാം. സഞ്ജു ഇല്ലേ അവിടെ? അവനെ പിന്നെ കൊല്ലും. നീ വാ, വണ്ടി എടുക്ക. എന്റെ വീട്ടിലാണ് കള്ളം കയറിയ. നീ വേഗം അങ്ങോട്ട് ചെല്ല്. പിള്ളേരവിടെ ഒറ്റയ്ക്കാ. അതെയോ? എവിടെ ഇറങ്ങാ? വാട പിള്ളേരെ, അവിടെ വീട്ടിലുള്ള കള്ള കളിക്കണേ. വേഗം വാ. Oh,